അധ്യാപകർക്ക് അംഗീകാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് KPSTA ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം. ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴയിലാണ് സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി നിയമനത്തിന്റെ മറവിൽ അധ്യാപക തസ്തികകൾക്ക് അംഗീകാരം നൽകാത്തതിനെതിരെ KPSTA ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ വട്ടപ്പാറ അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. 9 വർഷക്കാലമായി കേരളം അനുഭവിക്കുന്ന സമസ്ത മേഖലകളിലും സാധാരണക്കാര്, ജീവനക്കാര്, അതുപോലെ ബിസിനസ്സുകാര്, അതുപോലെ അധ്യാപകര്, അതുപോലെ തൊഴിലാളികൾ എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇവിടെ പറഞ്ഞു. അധ്യാപകര് മാത്രമല്ല പ്രയാസം അനുഭവിക്കുന്നത്, ഈ സമസ്ത മേഖലയിലുള്ള ആളുകളെയും പ്രയാസം അനുഭവിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റിന്റെ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി, ആ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജീവനക്കാരാണ്. അധ്യാപകരെ പോട്ടെ, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു സമൂഹമാണ് അധ്യാപക സമൂഹം. നമുക്കറിയാം, ലോക രാജ്യങ്ങളുടെ ഇടയിൽ കേരളം എന്ന് പറയുന്നത് 2 കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമാണെന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്താ അവസ്ഥ? നമ്മുടെ കുട്ടികൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം. ശ്രീ A.K. ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്, സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല എന്തിനാണ് അത് ഇവിടെ അദ്ദേഹം നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ നാണ്യം, കേരളത്തിലെ സമ്പത്ത് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തിലേക്കും ഒക്കെ ഒഴുകുന്നു. കേരളത്തിൽ പഠിക്കാൻ കുട്ടികളുണ്ട്. 3 കോടി ജനതയിൽ 40-45 ലക്ഷം വിദ്യാർത്ഥികൾ, പല മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു പഠനത്തിനായി, ജോലിക്കായി. അത് ഈ സംസ്ഥാനത്തിന്റെ വികസനത്തെ തുരങ്കം വയ്ക്കുമെന്നുള്ളത് കൊണ്ടാണ് അന്ന് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല എന്നൊരു ആശയം ശ്രീ A.K. ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്നത്. സുപ്രീം കോടതി വിധി എല്ലാവർക്കും ബാധകമാണെന്നിരിക്കെ വിധി നേടിയവർക്ക് മാത്രമായി നിയമനാംഗീകാരം പരിമിതപ്പെടുത്തുന്ന സർക്കാർ നയം കടുത്ത അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനതല സമരപരിപാടികൾക്ക് പുറമെ കോടതിയെ സമീപിക്കുവാനും സംഘടന തീരുമാനമെടുത്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോബി കളത്തിക്കാട്ടിൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. PS മനോജ്, ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, സുനിൽ T. തോമസ്, ഷിൻഡോ ജോർജ്, സജി മാത്യു, T. ശിവകുമാർ, ജോസ് K. സെബാസ്റ്റ്യൻ, സെനി ട്രീസ, രാജിമോഹൻ ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു.